ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. മക്കളെ, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇനി ഒരുപാട് ദിവസങ്ങളൊന്നും ബാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ചാനലിൽ ഡെയിലി വരുന്ന ഓരോ വീഡിയോസും നിങ്ങൾ നോക്കി വച്ചേക്കുക. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. കാരണം ഇത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തരാൻ സഹായിക്കും. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഒരു കുഴപ്പമില്ല, ഇനി പഠിച്ചാൽ മതിയെന്നേ. ഇനി പഠിച്ചാലും നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാരിയർ ബാച്ചിലേക്ക് ഉടനെ ജോയിൻ ചെയ്യാം. അതിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. December 1 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പ് 5 ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻസ് ആണ് അക്കൗണ്ടൻസിയിലെ. ഞാൻ എന്നിട്ട് ഇതിൽ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട്, എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്യാം. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ എന്തായാലും നമ്മുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാകും. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ സാധാരണ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും റിട്ടയറിംഗ് പാർട്ട്ണറുടെ പഠിച്ചിട്ടില്ല. അതിൽ കാരണം കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതെന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതെന്തായാലും നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ എഴുതി വയ്ക്കുക. ടോപ്പ് 5 ഗ്യാരണ്ടി ക്വസ്റ്റ്യൻസ് എന്ന് എഴുതുക. ആദ്യത്തെ ചോദ്യം റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ. രണ്ടാമത്തെ ചോദിക്കുന്നതാണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഷുവറാണ് ആ ഒരു ചോദ്യം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അത് തന്നെ പഠിച്ചാൽ മതി. പേര് മാത്രം വ്യത്യാസം ഉണ്ടാകുള്ളൂ. അത് തന്നെ നിങ്ങൾക്ക് പേര് ജസ്റ്റ് വാല്യൂ 10,000 12,000 ആക്കും. അങ്ങനെ ഒരു വ്യത്യാസമേ വരുള്ളൂ. അത് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. സോ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്തായാലും പഠിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ എന്തായാലും ഉണ്ടാകും. അതും പഠിക്കണം. അത് ചെറിയ മാർക്കിനായിരിക്കും. 3 or 4 മാർക്സിന് ചോദിക്കുള്ളൂ. പക്ഷേ ഇതൊക്കെ 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു 3 മാർക്സിന് ചോദിക്കുള്ളൂ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രോഡക്റ്റ് മെത്തേഡാണ്. അതാകുമ്പോൾ ഒരു 4 മാർക്കിന് ചോദിക്കും. പിന്നെ ഉറപ്പായിട്ട് റീവാലുവേഷൻ അക്കൗണ്ട്, അത് തന്നെ റിട്ടയർമെൻറ്റിൽ നിന്നുള്ള റീവാലുവേഷൻ അക്കൗണ്ട് ആയിരിക്കും ചോദിക്കുന്നത്. അതും 5 മാർക്കിന് ഷുവറാണ്. ഈ 5 ചോദ്യം എന്ന് പറയുന്നത് +2 അക്കൗണ്ടൻസിയിലെ ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സംശയം വേണ്ട, ഇത് എന്തായാലും നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാകും. സോ ക്വസ്റ്റ്യൻ ഏതാ ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അത് പഠിച്ചാൽ പോരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നോക്കുക. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് മിസ് എടുത്തിരിക്കുന്നത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മക്കൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമുക്ക് കുറേ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അത് പറഞ്ഞു തരാം, ഇതെങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു തരാം. നമുക്ക് കുറേ ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്, നമ്മളോട് പറയുന്നത് പ്രിപ്പയർ വിമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. വിമലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യൂ. ഇവിടെ വിമൽ ഡൈ ചെയ്ത്, വിമൽ മരിച്ചു. അപ്പോൾ വ്യത്യാസമുണ്ട്. റിട്ടയർമെൻറ്റും ഡെത്തും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ വിമൽ മരിച്ചു എന്ന് പറയുമ്പോൾ വിമലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് ജസ്റ്റ് ഞാനത് പറഞ്ഞു പോകാം. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം, ആൻസേഴ്സ് ചെയ്യുന്ന വീഡിയോയിൽ. എന്നാൽ ഇതിൽ മിസ് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം എന്താ എഴുതാം, കിട്ടുന്ന കാര്യം, അവർക്ക് കിട്ടുന്ന എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. സോ വിമലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ഒറ്റ അക്കൗണ്ട് വരച്ചാൽ മതി, മറ്റേ 2 വരയ്ക്കേണ്ട. പിന്നെ ജനറൽ റിസർവ് 20,000 ഉണ്ട്. അതിൽ വിമലിൻ്റെ ഷെയർ എത്രയാണ്? വിമലിൻ്റെ ഷെയർ വരുന്നത്, ഇവിടെ റേഷ്യോ തന്നിട്ടില്ലേ, നോക്കട്ടെ. ഇതിൽ റേഷ്യോയുടെ ഭാഗം മിസ്സായോ? റേഷ്യോ ഓഫ് ദെയർ ക്യാപിറ്റലിൻ്റെ റേഷ്യോയിലാണ്. ക്യാപിറ്റലിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 4:3:1, ബാക്കിയെല്ലാം 0 ആണല്ലോ. സോ 4:3:1 ആണ് റേഷ്യോ. സോ 3/8 എന്ന് പറയുന്നതാണ് എന്ത്, ഇവിടെ വിമലിൻ്റെ ഷെയർ. അപ്പോൾ ജനറൽ റിസർവ് 20,000 3/8 വിമലിൻ്റെ ജനറൽ റിസർവ് കിട്ടും. അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെ അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% കാണാം. ഇവിടെ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ 30,000 × 8/100. അതിൽ വിമൽ മരിക്കുന്നത് എന്നാന്ന് കൂടി നോക്കണം. ജൂലൈ 31 മരിക്കുന്നത്. ബുക്ക് ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31. സോ അയാൾക്ക് എന്ന് മുതലുള്ള കിട്ടുള്ളൂ, April 1 മുതൽ ജൂലൈ 31 വരെയുള്ള പ്രോഫിറ്റേ കിട്ടുള്ളൂ, ഇൻട്രസ്റ്റേ കിട്ടുള്ളൂ. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം ആയതുകൊണ്ട് 4/12 കൂടി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് മിസ് ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ പ്രോഫിറ്റിൻ്റെ ഷെയർ, ഗുഡ് വിൽ ഇതാ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിൽ അയാളുടെ ഷെയർ. പിന്നെ വേറെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 16,000 കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അയാളുടെ ഷെയർ. ഇത്രയും കാര്യങ്ങൾ അയാളുടെ അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചിരിക്കണം. അത് 4 അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ ചോദ്യം തന്നെ പഠിച്ചാൽ മതി. ഇത് ടുഗെദർ വിത്ത് ഇൻട്രസ്റ്റ് ആണ്. ടുഗെദർ വിത്ത് ഇൻട്രസ്റ്റും ചോദിക്കാം,
അല്ലെങ്കിൽ പ്ലസ് ഇൻട്രസ്റ്റും ചോദിക്കാം. പ്ലസ് ഇൻട്രസ്റ്റ് ചോദിക്കുമ്പോൾ എമൗണ്ട് എഴുതുമ്പോൾ ഇൻട്രസ്റ്റ് കൂടി പ്ലസ് ചെയ്ത് എഴുതണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരേപോലെ വരുന്നത്. ഇതും മിസ് ചെയ്യാത്ത ഉടനെ തന്നെ ചെയ്യാം, ആൻസേഴ്സ് ചെയ്യാം. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നമുക്ക് അവർ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഇത്ര അവർ വിഡ്രോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാൻ പറയും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മേ ബി കൂടുതലും ഈ ഒരു ടൈപ്പ് പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ ടൈപ്പ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതും ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ റീവാലുവേഷൻ അക്കൗണ്ട് ചോദിക്കും. റീവാലുവേഷൻ അക്കൗണ്ട് അഡ്മിഷൻ്റെ അല്ല റിട്ടയർമെൻറ്റിൻ്റെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് റിട്ടയർമെൻറ്റിൻ്റെ റീവാലുവേഷൻ അക്കൗണ്ട് പഠിച്ചു വെച്ചിരിക്കണം. ഈ 5 ചോദ്യങ്ങൾ 100% ഷുവറാണ്. ഇതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് 5 മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇതേ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിലും ഇതിനോട് സാമ്യം വരുന്ന നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു 5 ടോപ്പിക്കിലായിട്ട് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇനി വരുന്നുണ്ട്. ഒന്നുപോലും മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ താഴെ കമൻറ്റ് ചെയ്ത് പറയാം മക്കൾ, നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോ വേണ്ടതെന്നുള്ളത് പറയാം കേട്ടോ. കമൻറ്റ്സ് എല്ലാം നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതും പറയാം. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്